നിങ്ങളുടെ കമ്പനിയിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ സർവീസ് ഉണ്ടാവും അല്ലേ? ഇതിനൊക്കെ പ്രൈസ് എങ്ങനെ തീരുമാനിച്ചേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പ്രൈസ് ഇടുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഈ പ്രോഡക്റ്റുകൾക്ക് പ്രൈസ് ഇടാൻ സഹായിക്കുന്ന ഒരു 3 സ്ട്രാറ്റജീസ് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തത് വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് ആണ്. വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോഡക്റ്റോ സർവീസോ ഉപയോഗിക്കുമ്പോൾ ആ കസ്റ്റമർക്ക് എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള പ്രൈസ് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ പലപ്പോഴും നമുക്ക് നല്ല പ്രൈസ് ഇടാൻ പറ്റുന്നതിന്റെ കാരണം അത് ഉപയോഗിക്കുമ്പോൾ ആ ഒരു കസ്റ്റമർക്ക് അതിനേക്കാൾ അത്രയും വലിയൊരു മൂല്യം അയാൾ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈസ് ഇടാം. മനസ്സിലായല്ലോ? ഒരാൾ ഇപ്പൊ നമ്മുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഒരു 10 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് 1 ലക്ഷം രൂപ വരെ പ്രൈസ് ഇട്ടാലും കുഴപ്പമില്ല. കാരണം ആ രീതിയിലാണ് ഈ പറയുന്ന വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് ടയേർഡ് പ്രൈസിംഗ് ആണ്. ഇതിനെ പല ലെവലിലാണ് ഇത് എടുക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഒരു വലിയ പ്രോഡക്റ്റ് ഒരാൾ ഒറ്റയടിക്ക് വാങ്ങിക്കാൻ വേണ്ടി പറയല്ലേ ചെയ്യാം. ഇത് ഇപ്പോൾ കോഴ്സസ് ഒക്കെ സെല് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതേപോലത്തെ ചില സോഫ്റ്റ്വെയറൊക്കെ സെല് ചെയ്യുന്ന ആൾക്കാർ അവർക്ക് ചെയ്യുന്ന രീതി ഉണ്ടാവില്ലേ, പല ലെവലായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ ഇപ്പോൾ ഒരു ബേസിക് ആയിരിക്കും, അത് നിസ്സാരമായിട്ടുള്ള പൈസ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ബേസിക് അവർ ഉപയോഗിച്ച് അവർക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിലേക്ക്, ഒരു മിഡിൽ ലെവലിലേക്ക് അവർ എത്താൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ അതിന്റെ പ്രീമിയം ലെവലിലേക്ക് എത്താൻ പറ്റും. 3 ലെവൽ കണ്ടിട്ടില്ലേ? ഇപ്പൊ ChatGPT നമ്മൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ? ഏറ്റവും താഴത്താണെങ്കിൽ അത് കംപ്ലീറ്റ് ഫ്രീ ആണ്. ഓക്കെ, അടുത്താണെങ്കിൽ ഒക്കെ ഒരു $20 ആണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി അഡ്വാൻസ് ആണ്, $200 ആണ്. മനസ്സിലായല്ലോ? ആ രീതിയിൽ പല ടയറുകളായിട്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മൂന്നാമത് ബണ്ടിലിംഗ് ആണ്. ബണ്ടിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്നതിന് പകരം ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറെ ഓഫറുകൾ കിട്ടും. അങ്ങനത്തെ പ്രോഡക്റ്റിൽ കണ്ടിട്ടില്ലേ നമ്മൾ? അതായത് നമ്മൾ സെപ്പറേറ്റ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു ബ്യൂട്ടി ക്ലിനിക്കിൽ നമ്മൾ പോകാൻ തിരിച്ചു. അപ്പോൾ അവിടെ പോകുമ്പോൾ അവിടെ ആക്ച്വലി ഇപ്പോൾ ഒരു സ്പാ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹെയർ ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെഡിക്യൂർ ഉണ്ട്, മാനിക്യൂർ ഉണ്ട്. ഇതെല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു റേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ചില സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യും? ഓഫറുകളായിട്ട് 3 ഒരുമിച്ച് വാങ്ങിച്ചാൽ, 4 ഒരുമിച്ച് വാങ്ങിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരും. ഇപ്പോൾ ആമസോണിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ കാണാറില്ലേ? ഓക്കെ, ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, അപ്പോൾ പറഞ്ഞാൽ ഇത്രയും കൂടി ചെറുതായിട്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കൂടി തരാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇതാണ് ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രൈസിങ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് കാല് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഒരുപാട് സപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിലും അതേപോലെ തന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് കൊണ്ടുപോകണമെങ്കിലും താഴെയുള്ള നമ്പർ ഉണ്ട്. അതിനകത്ത് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.